ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവരന് ദേഹാസ്വാസ്ഥ്യം. കരമന സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഉടൻ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും. അക്ഷയ ചേരുന്നുണ്ട്. അക്ഷയ, ജയിലിൽ നിന്ന് പുറപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? എപ്പോൾ ആശുപത്രിയിൽ എത്തിക്കും? ജയിലിൽ നിന്ന് പുറപ്പെട്ട കാര്യമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. ഉടനെ തന്നെ എത്താനാണ് സാധ്യത. കാരണം അധികം ദൂരമൊന്നും തന്നെ സബ് ജയിലിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ വൈദ്യപരിശോധന നടത്തിയപ്പോഴൊന്നും തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് തന്ത്രിയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കൊല്ലത്തേക്ക്. അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഇവിടെ എത്തുന്ന സമയത്ത് രാത്രി അധികം സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രിയുടെ ഉറക്കം തടസ്സപ്പെടാനുള്ളതിലൊരു സാധ്യതയുണ്ട്. പ്രായമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ ആ ഒരു ഉറക്കത്തിലുണ്ടാകുന്ന പ്രശ്നമായിരിക്കാം ഇത്തരത്തിലുള്ളൊരു നിലവിൽ ഇപ്പോൾ ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിന് കാരണം എന്നുള്ള തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയും ഒരു സാധ്യത നമ്മളവിടെ കണക്കാക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ ഇന്നലെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയപ്പോഴൊന്നും തന്നെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത്, സ്വാഭാവിക നടപടിക്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി സ്വാഭാവികമായിട്ട് വൈകിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ശാരീരിക അസ്വാസ്ഥ്യങ്ങളായിരിക്കാം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരിക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഉടനെ തന്നെ അദ്ദേഹത്തിനെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. ധന്യ, ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് അറിയണം. പക്ഷേ ഇന്നലെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ കാര്യമായ പ്രശ്നം ഉണ്ടായിരുന്നോ? നേരത്തെ എന്തെങ്കിലും അസുഖബാധിതനായിരുന്നോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല തന്നെ. കാരണം ഇന്നലെ വൈദ്യപരിശോധന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നലത്തെ നടപടിക്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായേനെ. അത്തരത്തിലൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. കാരണം വൈദ്യപരിശോധന വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അതായത് എത്തിച്ച് ഒരു 15 മിനിറ്റിനുള്ളിൽ, ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെ എന്തായാലും ആ കാര്യം പുറത്തറിഞ്ഞേനെ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ തന്ത്രിയെ നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ശാരീരിക പ്രകൃതിയിൽ നമുക്ക് കാണാൻ വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ നിരന്തരമായിട്ടുള്ള ചോദ്യം ചോദിച്ചു. താങ്കൾ കുടിക്കിയതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ചോദിച്ചപ്പോഴും മറ്റ് മറുപടി ഒന്നുമില്ലാണ്ട് അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിനകത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് സ്വാഭാവികമായിട്ടും ഇന്നലെ വളരെ വൈകിട്ടാണ് അദ്ദേഹത്തിനെ കൊല്ലത്തെത്തിക്കുന്നതും കൊല്ലത്ത് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ഇന്നലെ രാത്രി എത്തിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രായമായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ അലട്ടാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് നമുക്കൊരു വിവരം ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശാരീരികാസ്വാസ്ഥ്യങ്ങളായിരിക്കാം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു ചെറിയ വിവരം എന്ന് പറയുന്നത്. അതിനി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് അതിലൊരു ആധികാരികമായിട്ടുള്ള ഒരു കാര്യം നമുക്കതിനകത്ത് പറയാൻ പറ്റുള്ളൂ തന്നെ. ശരി അക്ഷയ്.